ഇതിപ്പോൾ ഒരു നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 days ആയതേ ഉള്ളൂ. ഇതൊരു സൈബർ പങ്ക് എന്ന് പറയുന്ന ജോണർ മലയാളത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇറ്റ്സ് ഓൾസോ കോമഡി ഫിലിം. ഇതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഹ്യൂമർ കാണിച്ചു കഴിഞ്ഞാൽ ജോണറിൻ്റെ സീരിയസ്നെസ് പോകുന്നുള്ളതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ ഫണ്ണി ഫിലിം. പിന്നെ താങ്ക്സ് ടു അജിത് വിനായക, താങ്ക്സ് ടു എവറി വൺ. ബാക്കി എന്തെങ്കിലും കുറെ പറഞ്ഞു. ലീഡ് നിരഞ്ജാണ് ലീഡ് ചെയ്തേക്കുന്നത്. രജിഷ വിജയനാണ് ലീഡ് ആക്ട്രസ് ചെയ്തേക്കുന്നത്. ആൻസലീമും ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട്. പ്രയാഗാണ് ഇതിൻ്റെ DOP. ജയേഷേട്ടൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. നമ്മുടെ റൈജി ചേട്ടൻ ഇതിൻ്റെ ഫോക്കസ് പുള്ളറാണ്. നിഖിൽ എൻ്റെ ചീഫാണ്. രാഹുൽ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ശ്രീനാഥ് അസോസിയേറ്റ് ആണ്, ആക്ടറാണ്. പ്രയാഗ് DOP. വിഷ്ണു ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. മിഥുൻ ഇതിൻ്റെ അകത്ത് എനിക്കിഷ്ടമുള്ള ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണ് കൃഷാന്ത്. ഇപ്പം 4.5 ഗാങ്സ് പറഞ്ഞ സോണി ലിവിൻ്റെ സീരീസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം മസ്തിഷ്ക മരണം. സിനിമ പ്രോജക്റ്റ് ആദ്യത്തെയാണ്. ഏതാ സിനിമ ആദ്യത്തെയാണ്. കൃഷാന്തിന്റെ കൂടെ സിനിമ ആദ്യത്തെയാണ്. പറയൂ ഇതിലെ ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഡീകോഡിങ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു തരൂ എന്താ മനസ്സിലാക്കണ്ട എന്നാണ്. അല്ല, ഫുൾ കോമഡിയിലൂടെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ സബ്ജക്ട് ഭയങ്കര എന്ത് പറഞ്ഞാലും അതിന്റെ ഒരു രസം പോവും. അതെ ഇനി ഞാൻ പറഞ്ഞത് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര രസമുള്ളൊരു ഫുൾ പ്രോസസ്സായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു അടിപൊളി പ്രൊഡക്ഷൻ ടീമുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ ഫുൾ ടീം എല്ലാവരും ഭയങ്കര സപ്പോർട്ടും. നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഇത്രയും ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം 3-4 ദിവസമായിട്ടുള്ളൂ. ജസ്റ്റ് പെട്ടെന്ന് ഞാൻ കണ്ടിരുന്നു അതിന്റെ രജിഷനൊക്കെ പറഞ്ഞു വിടുന്നത്, ടാറ്റയൊക്കെ പറഞ്ഞു വിടുന്നത്, തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നെ ഹോങ്കോങ് വെച്ച് പറഞ്ഞു വിട്ടു. അപ്പൊ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത സംഭവമാണ്. അടിപൊളിയായിരിക്കും. എല്ലാ കൃഷാന്ത് ഫിലിം പോലെ വളരെ ക്രേസി ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു ക്ലൂ വേണമെന്ന് പറഞ്ഞില്ലേ, 2040 നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ബട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമഡിയും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടേഴ്സും അതിലില്ല. നമുക്ക് മനസ്സിലാകാത്ത ഒരു സിനിമയല്ല. എല്ലാവർക്കും ഒരു ഫൺ റൈഡ് സമ്മാനിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കപ്പെടുമല്ലോ, ഇപ്പൊ തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ 2040 സിനിമയിൽ ഉപയോഗിക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ കൂടി മനസ്സിലായത്. 2 റോബോട്ട് പട്ടികളെ എനിക്ക് മനസ്സിലായി. ഞാൻ പല വേദികളിലും കണ്ടിട്ടുണ്ട്. ബാക്കി എന്തായാലും സിനിമ കണ്ടാ മനസ്സിലായോ? ഉറപ്പായിട്ടും. Thank you so much and all the very best for the movie. Thank you. വളരെ സക്സസ്ഫുൾ